السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആൾക്കാർ രോഗികളായി കഴിയുന്നവരുണ്ട്. അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ക്ലാസ്സുകൾ നിരന്തരമായി ശ്രവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പൂരീച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഉന്നതമായ സ്വർഗത്തിൽ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിൽ സ്വർഗം കണ്ട് സന്തോഷിച്ച് മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര് എല്ലാവരും വളരെ ദുഃഖത്തോടെ, പ്രയാസത്തോടു കൂടി പറയാറുള്ളൊരു കാര്യമാണ് വീട്ടുജോലി. വീട്ടിലുള്ള ജോലിയെ കുറിച്ച് നമ്മൾ സാധാരണ നമ്മുടെ ഉമ്മമാര്, സഹോദരിമാരൊക്കെ വലിയ ഭാരമായി കൊണ്ട് സംസാരിക്കാറുണ്ട്, വാചാലമായി സംസാരിക്കാറുണ്ട് എല്ലാവരും. എന്നാൽ ഇന്ന് പഴയ കാലങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ, അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഒരുപാട് ജോലി ഭാരങ്ങൾ കുറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും ഇന്ന് നമുക്ക് ആ ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തലവേദനയാണ്. ഇന്ന് എല്ലാ ഉമ്മമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത തലവേദനയാണ്, തലയ്ക്ക് പൊളപ്പാണ്, തലയ്ക്ക് വേദനയാണ്, കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരാതികള്. ദുആ കൊണ്ടങ്ങ്, വസിയത്ത് കൊണ്ടങ്ങ് പെരുമഴയാണ്. ദുആ ചെയ്യണം ഉസ്താദെ, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഉള്ളി തൊലിച്ച പോലെ, പ്രശ്നമൊന്നുമില്ല, വീട്ടുജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാര്, സഹോദരിമാര്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അത് അലട്ടുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമ്മുടെ ഭർത്താവിനും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിന്റെ ചിട്ടയ്ക്ക് വേണ്ടി, കുടുംബത്തിന്റെ നല്ലൊരു പോക്കിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഖിദ്മത്ത്, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാര്, സഹോദരിമാരെ, നമ്മൾ ചെയ്യുന്ന ഈ ജോലി എത്രത്തോളം വലിയ ജോലിയാണ്, എത്രത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമുള്ള ജോലിയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഒരു മഹദി വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് യുദ്ധം ചെയ്യണം. പുരുഷന്മാരെല്ലാം യുദ്ധം ചെയ്തുകൊണ്ട് ഷഹീദാകുന്നു, അവർക്ക് ഉന്നതമായ വലിയ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്നു. പക്ഷേ ഈ പെണ്ണുങ്ങളായ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ വീട്ടിലിരിക്കുകയാണ്, ഞങ്ങളുടെ ഭർത്താവിന് ജോലി ചെയ്യും, ഞങ്ങളുടെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്നു, ഞങ്ങളുടെ മക്കളെ നോക്കുന്നു എന്നല്ലാതെ വേറൊരു ജോലിയും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് ആ ഒരു രണാങ്കണത്തിൽ ഞങ്ങൾ പോരാടിയിട്ട് ഷഹീദാകുന്ന കൂലി ഞങ്ങൾക്ക് കിട്ടണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊരു മഹദി വന്നുകൊണ്ട് പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ആ മഹദിയോട് പറയുന്ന, പെണ്ണേ, നിങ്ങൾക്ക് ഷഹീദാകണോ പൊന്നുമോളെ? ഷഹീദിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടണോ പെണ്ണേ? അതിന് നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താ മതി. ഇവിടുന്ന് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് നീ പോവുക. അവിടെ നിന്റെ ഭർത്താവുണ്ട്, നിന്റെ മക്കളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഖിദ്മത്ത് ചെയ്തോ. അത് നിനക്ക് ഷഹീദിന്റെ കൂലിയേക്കാളും പ്രതിഫലമാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. ചെറിയ പണിയൊന്നുമില്ല നിങ്ങൾ എടുക്കുന്നത്, ചെറിയ പണിയൊന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തുടക്കുകയും തൂക്കുകയും മാരുകയും ഭർത്താവിന്റെ ഡ്രസ്സുകൾ അലക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ വലിയ പ്രതിഫലത്തിന്റെ അർഹരായിരിക്കുകയാണ്, വലിയ പ്രതിഫലത്തിന്റെ അർഹരാകുകയാണ്. സ്വർഗത്തിന്റെ അഖിലകാരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളിൽ പെട്ടവരായി തീരുകയാണ്. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മനസ്സിലാക്കാനുള്ള ബോധം നമുക്കുണ്ടാകണം, അത് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവേ, അതാ കടന്നു വരുന്നു പ്രിയപത്നിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പൊന്നുമകളാകുന്ന ഫാത്തിമത്ത് ബിലഗത്തും മിൻ ഖബരി.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. മഹദിയാകുന്ന ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക്, അതാ വാപ്പാടെ മുന്നിലേക്ക് അതാ മകൾ വന്ന് നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ മക്കൾ വന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊഞ്ചലും കൊഴയിലുമായിട്ട് വന്നുകൊണ്ട് വാപ്പാക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തിട്ട് വാപ്പാടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചു കൊണ്ടുപോകുന്ന മക്കളെ നമുക്കറിയാമല്ലോ. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വരികയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നുകൊണ്ട് പറയുകയാണ്, അസ്സലാമു അലൈക യാ ബീ, അസ്സലാമു അലൈക യാ റഹ്മത്തുൽ ആലമീൻ. അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറഞ്ഞുകൊണ്ട് പൊന്നുമകള് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകർ നോക്കുമ്പോ എന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയാണ്, എന്റെ ഫാത്തിമയാണല്ലോ വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റു. തന്റെ മകളെ വീട്ടിലേക്ക് വന്നപ്പോ കാലും കയറ്റിയിരുന്നു കൊണ്ട്, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്, എന്തിനാടി നീ ഇങ്ങോട്ട് വന്നതെന്നല്ല അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകരെ സലാം അടക്കിയിട്ട് അതാ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് തന്റെ മകളെ അതാ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ചുംബനം കൊടുത്തിട്ട്, എന്തേ പൊന്നുമോളെ, നിന്റെ ജീവിതം സുഖമാണോ, നിന്റെ ജീവിതത്തിന് സുഖമുണ്ടോ എന്ന് ചോദിക്കുമ്പോ നിന്റെ ജീവിതമെല്ലാം സുഖമല്ലേ എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന ഒരു പിതാവ് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാതെ കണ്ട് തലകുനിച്ചു നിൽക്കുകയാണ്. അവിടുന്ന് കൈ ഇങ്ങനെ തിരുമുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഫാത്തിമയോട് ചോദിക്കുന്നു, മോളെ, എന്തേ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇന്നത്തേതായ ഈ സമയത്ത് നീ വീട്ടിലേക്ക് കയറി വരാനുള്ള കാരണം എന്താണ്? പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യമില്ലാതെ കണ്ട് ധൃതി വിട്ടുകൊണ്ട് എന്റെ മുന്നിലേക്ക് നീ വരാറില്ലല്ലോ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരോട് പറയുന്നു, അപ്പോ എന്റെ ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എന്റെ ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അല്ലാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വാപ്പാ, വലിയ ആട്ടുകല്ല് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ മാവ് പൊടിക്കുന്നത്. വീട്ടിൽ എന്റെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ആഹാരമുണ്ടാക്കാൻ വേണ്ടി അതാ ഗോതമ്പ് മാവ് ഞാൻ പൊടിക്കുന്നത് വലിയ ആട്ടുകല്ലെടുത്തുകൊണ്ടാണ് ഞാൻ പൊടിക്കുന്നത്. ആ ആട്ടുകല്ലിന്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ചു വാപ്പാ, എന്റെ കൈയൊന്ന് നോക്കുവാപ്പാ, എന്റെ കൈ മുഴുവനും അതാ പൊട്ടിയിരിക്കുകയാണ്, എന്റെ കൈ മുഴുവനും പൊട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് വാപ്പാ, ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. അത് മാത്രമല്ല, കിലോമീറ്ററുകൾ താണ്ടിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടോ, അതെല്ലാം ഞാൻ സഹിക്കാം, അതെല്ലാം ഞാൻ സഹിക്കാം. പക്ഷേ ഈ സമയത്ത് ഞാൻ ഇവിടേക്ക് കയറി വന്നത് എന്തിനാണെന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, വാപ്പാ,
ഈ നിമിഷം ഞാൻ ഇവിടെ കയറി വന്നത് വാപ്പാ നിങ്ങളുടെ യുദ്ധത്തിന്റെ വേളയില് നിങ്ങൾക്ക് കിട്ടിയ ഗനീമത്ത് മുതലുണ്ടല്ലോ വാപ്പാ, അതിൽ ഒരുപാട് അടിമകളെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് സേവകരെ കിട്ടിയിട്ടുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുകൾ കിട്ടിയിട്ടുണ്ടല്ലോ. അതിൽ നിന്നൊരടിമയെങ്കിലും എനിക്ക് തന്നാൽ എന്റെ കൂടെ ഒന്ന് നിർത്തിയിട്ട് നിൽക്കുന്ന ജോലിക്കാരിയെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിനൊരു സന്തോഷമുണ്ടാകുമായിരുന്നു എന്ന് അല്ലാഹുവേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന തന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പയതാ പറയുന്ന മോളെ ഫാത്തിമ, നീ അതിനാണോ വന്നത് പൊന്നുമോളെ? നമ്മളാണ് എന്താ ചെയ്യാ? നമ്മളാണ് എന്താ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ? നമ്മളാണ് എന്താ ചെയ്യാ? നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് പരാതി പറഞ്ഞാൽ ഉടനെ നമ്മൾ പോലീസിൽ കൊണ്ടുപോയി കേസ് കൊടുക്കും മരുമോനെതിരെ. നമ്മുടെ മകളെ കെട്ടിയ ഭർത്താവുണ്ടല്ലോ, അവനെതിരെ നമ്മൾ കേസ് കൊടുക്കുക, അവനെ 2 ഇടി കൊടുക്കണം, അവനിട്ട് പൂശണം, അല്ലെങ്കിൽ പൈസ ഉള്ള പാർട്ടി ആണെങ്കിൽ കൊട്ടേഷൻ ടീമിന് കൊടുത്തിട്ട് തല്ലുകൊള്ളിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കാരണമായിട്ട് അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം കടന്നു വരുമ്പോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ട് പഴിചാരുന്ന ഏറ്റവും വൃത്തികെട്ടതായ ഒരു പരിപാടി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലുണ്ട്. ഒരിക്കലും അത് പാടില്ല. അല്ലാഹു തആല കൊടുക്കുന്ന നിയമത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ മകളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ നോക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല പരീക്ഷണം കൊടുത്തത് കൊണ്ടായിരിക്കാം അവന് പരാജയം സംഭവിച്ചു പോയത്. ഏതെങ്കിലും രൂപത്തിൽ ഒരു പരാജയം സംഭവിച്ചു പോയത് അതിന് താങ്ങും തണലുമായി നിൽക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകർ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഫാത്തിമയോട് പറയുന്ന, ഫാത്തിമ പൊന്നുമോളെ ഫാത്തിമ, വാപ്പാടടുക്ക് ഒരുപാട് സമ്പത്ത് വന്ന് കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. പക്ഷേ എന്റെ മകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എന്റെ മകൾക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂയിക്കാനുള്ളതല്ല. എന്റെ കൂടെ കഷ്ടപ്പെട്ട് ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത പാവപ്പെട്ട സഹാബത്തുണ്ടല്ലോ, ആ സഹാബത്തിനുള്ളതാണ് മോളെ ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ മകൾക്കുള്ളതല്ല. ഓരോ ഭരണാധികാരികളും പഠിക്കേണ്ട പാഠമാണത്. ഓരോ ഭരണാധികാരികളും പഠിക്കേണ്ട പാഠമാണത്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. 100 ഒട്ടകത്തെ കൊടുക്കാം, 1000 ആടിനെ കൊടുക്കാം, 3-4 അടിമകളെ കൊടുത്തുവിടാം, ഖിദ്മത്തിന് വേണ്ടി കൊടുത്തുവിടാം. അള്ളാഹിന്റെ റസൂല് ചെയ്തില്ല. അള്ളാഹിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തില്ല. എന്റെ മകൾക്ക് സൂയിക്കാൻ വേണ്ടിയിട്ട് എന്ത് സമ്പത്ത് വേണമെങ്കിലും കൊടുക്കായിരുന്നു. അള്ളാഹിന്റെ റസൂൽ അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഓരോ ഭരണാധികാരികളും കണ്ണു തുറന്നുകൊണ്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ മകൾക്ക് സൂയിക്കാനുള്ളതല്ല സ്വത്തുക്കള്, എന്റെ കൂടെ കഷ്ടപ്പെട്ട ദീനിന് വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞ് പട്ടിണി കിടന്ന എന്റെ സഹാബത്തിനുള്ളതാ കിടക്കുന്ന സ്വത്ത്. എന്റെ കൂടെ കൊന്നുകൊണ്ട് കഷ്ടപ്പെട്ട സഹാബത്തിനുള്ളതാണ് ആ സ്വത്തുക്കളെന്ന് പറഞ്ഞിട്ട് അതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുന്ന, പെണ്ണേ, എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം അതാ ഒരു 33 പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലിക്കോ. ദിക്ർ പറഞ്ഞുതരാം മോളെ, നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം. വേറൊന്നും ഇവിടുന്ന് കിട്ടൂല, വേറൊന്നും കിട്ടൂല. നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നാളെ ആഖിറത്തിൽ വെച്ചുകൊണ്ട് ഒരുപാട് പാരിതോഷികം തരും. അത് വാപ്പാക്ക് കിട്ടൂല മോളെ, അത് വാപ്പാക്ക് കിട്ടൂല, അത് മോക്കേ കിട്ടുള്ളൂ. അത് അല്ലാഹു തആല അവിടെ വെച്ച് തരുന്നതാണ്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഈ പ്രയാസങ്ങളെല്ലാം മാറിയിട്ട്, മടിയെല്ലാം മാറിയിട്ട് നിന്റെ ജീവിതത്തിൽ സുഖമുണ്ടാകണോ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ മകളാകുന്ന കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ
ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം അതാ നീ പറഞ്ഞോ പൊന്നുമോളെ, 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലിക്കോ, 33 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലിക്കോ. അവസാനമായിട്ട് നീ ഒരു ദിക്റും കൂടി ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ ചൊല്ലി 100 ദിക്ർ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാ നീ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോ, ഉറങ്ങാൻ വേണ്ടി നിന്റെ വിരിപ്പിലേക്ക് നീ പോകുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയിട്ട് നീ കിടന്നോ എന്റെ പൊന്നുമോളെ, നിനക്ക് അല്ലാഹു തആല സ്വർഗം തരും. നിനക്ക് അല്ലാഹ് സ്വർഗം തരും. അത് മതി. ദുനിയാവിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ പൊന്നുമോളെ സഹിക്കുന്നുണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിനക്ക് അല്ലാഹു തആല സ്വർഗം തരും. ഈ ദിക്ർ ചൊല്ലിയിട്ട് നീ കിടന്നോ, ഈ ദിക്ർ നീ ചൊല്ലിയിട്ട് കിടന്നോ. ആ ദിക്ർ ചൊല്ലിയിട്ട് നീ കിടക്കുന്ന കിടപ്പിലെങ്ങാണമെന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിനക്ക് അല്ലാഹു തആല സ്വർഗം നിർബന്ധമാണ് എന്ന് ആദരവായ ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുക. അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ പരാതികളും ഒക്കെ പറഞ്ഞ് ഭർത്താവിന്റെ കുറ്റങ്ങളും അതും ഇതും പറഞ്ഞ് നടക്കാതെ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്ക്. നല്ലതുപോലെ ദിക്ർ ചൊല്ല്, നല്ലതുപോലെ സ്വലാത്ത് ചൊല്ല്, നല്ലതുപോലെ ഇബാദത്ത് ചെയ്യ്. എന്നിട്ട് നീ അനുഭവിക്കുന്ന എന്തെങ്കിലും വേദനകളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ലതുപോലെ ദുആ ചെയ്യ് അല്ലാഹുവോട്. അല്ലാഹുവേ, ഇതിന് നീ അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്, നാളെ സ്വർഗം തരണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ എല്ലാവരും ഒറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും യാതനകളും എല്ലാം അവിടെ എനിക്കൊരു തണലായി മാറി എന്നെ സ്വർഗത്തിലേക്ക്, സിറാത്ത് എന്ന് പറയുന്ന പാലം, അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ മാലാകമാരുടെ ചിറകിലേറി ആ സ്വർഗത്തിലേക്ക് കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതൊക്കെ അവിടുത്തെ വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭർത്താവിന്റെ സ്വഭാവം മോശമായിട്ട് ആ ഭർത്താവിൽ നിന്നുള്ള പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മുഅ്മിനത്തുകളായ സ്ത്രീകളുണ്ട്. അല്ലാഹു തആല അവരുടെ ജീവിതത്തിൽ സലാമത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനത്തിലുള്ള സകീനത്തിലുള്ള ജീവിതം അല്ലാഹു തആല പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയും ഐശ്വര്യവും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.